ഹലോ ഗൈസ്, കോളേജിൽ നിന്ന് നേരെ ലീവ് കിട്ടി വീട്ടിൽ പോയാലും വീട്ടിൽ നിന്ന് നേരെ കോളേജിലോട്ട് പോയാലും ട്രിവാൻഡ്രം ഇറങ്ങാന്ന് പറയുമ്പോൾ അതൊരു പതിവായിക്കുക. വല്ല കാര്യമുണ്ടോ? ഇല്ല. എന്നാൽ പിന്നെ ഇന്നൊരു കാര്യമുണ്ട്. നമ്മുടെ കൂട്ടുകാരുടെ അമ്മയ്ക്ക് ഒരു ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയതാണ്. ഡ്രസ്സ് വാങ്ങിക്കാനെന്ന് പറഞ്ഞാൽ ജുവലറി കടയിലും തന്നെ നിൽക്കുന്നത്. എൻ്റെ പൊന്ന് സാറേ, നമ്മൾ പോയ വഴിക്ക് നമ്മളെ ഏതോ ഒരു സെക്യൂരിറ്റി മാമ വിളിച്ചേറ്റതാണ്, ഇവിടെ എന്തോ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ പിന്നെ കയറി കാശ് കൊടുക്കണ്ടല്ലോ നമ്മൾ നോക്കുന്നതിന്. അങ്ങനെ അവിടുന്ന് നേരെ നമ്മൾ രാമചന്ദ്രനിലോട്ട് വിട്ട്. പക്ഷേ അവിടെ നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. ഓഫർ പോലെ തന്നെ നല്ല കളക്ഷനും ഉണ്ടായിരുന്നു. ഒരു ദിവസം ഫുള്ള് മിനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യമുള്ള എല്ലാ ഡ്രസ്സും നമുക്ക് പോയി മേടിക്കാം. ഈ ക്രിസ്മസും കൂടെ ആയതുകൊണ്ട് നല്ല രീതിക്കുള്ള കളക്ഷനും അവിടെ വന്നിട്ടുണ്ട്. കുറേ നേരം അതിൻ്റെ അകത്തുനിന്ന് സമയം പോയി തറന്നില്ല, പക്ഷെ നല്ല വിശപ്പിൻ്റെ വിളി ഉണ്ടായിരുന്നു. അങ്ങനെ പോയി വഴിക്കും നമ്മുടെ കൂട്ടുകാരുടെ കണ്ണിപ്പെട്ടത് ദേ ഈ ഒരു ഓഫർ. ഇതെന്താടാ രാവിലെ എണീറ്റപ്പോൾ തൊട്ട് നമ്മൾ ഓഫറാണല്ലോ കണി കാണുന്നത്, എന്തോ ഭാഗ്യം. അങ്ങനെ നമ്മൾ കയറി അതിൻ്റെ അകത്തുനിന്ന് നല്ല ഓഫറിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേറൊരു ഷോർട്സ് ആക്കിയിട്ടുണ്ട്, നിങ്ങൾ എന്തായാലും പോയത് കാണുക. അങ്ങനെ നല്ല ബിരിയാണി, നല്ല ചട്ടിച്ചോറും പിന്നെ കണ്ണൂർ കോക്ടെയിലും ഒക്കെ കുടിച്ച് വയറ് ഫുള്ളായി ഇതേ വെയിലത്തൂടെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വരെ നടന്നു. എൻ്റെ പൊന്നി നല്ല വെയിലായിരുന്നു. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ നേരെ ട്രെയിൻ വന്ന് കയറി. ഫസ്റ്റ് ടൈമാണ് നമ്മൾ 3 പേരും മാത്രമായിട്ട് നമ്മുടെ ഈ കമ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്നത്. ബുക്ക് ചെയ്ത് പോയതൊന്നുമല്ല, ലോക്കൽ തന്നെയായിരുന്നു. എന്തോ ലീവ് ആയതുകൊണ്ടായിരിക്കും ആരും അധികം ഇല്ലായിരുന്നു. നല്ലൊരു ഉറക്കമൊക്കെ പാസ്സായി കൊല്ലം എത്തിയപ്പോഴാണ് പിന്നെ എണീറ്റ്. അങ്ങനെ കൊല്ലമൊക്കെ എത്തിയതേ ഇവിടെ ഇറങ്ങി. പിന്നെ നമ്മൾ ഈ ചായക്കടയിൽ നിന്നല്ല, നമ്മൾ ഈ ട്രെയിനിൻ്റെ അതുകൊണ്ടൊന്ന് ചായ കൊണ്ടുപോകുന്നില്ലേ, അവിടെ നിന്ന് ഒരു ചായ മേടിച്ച് കുടിച്ച് ഗതികെട്ട് കുടിച്ചതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.